Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ദൈവവചനത്തിൽ നമുക്ക് മഹാനായ ഒരു വ്യക്തിയെ കാണുവാൻ കഴിയും. അദ്ദേഹത്തിന്റെ പേരാണ് ജോബ് എന്ന മഹാനായ ഒരു മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവ സഭാ ചരിത്രത്തിൽ കർത്താവായ യേശു ക്രിസ്തു കഴിഞ്ഞാൽ ഏറ്റവും അധികം പീഡകളും കഷ്ടതകളും സഹിച്ച ഒരു മനുഷ്യനാണ് ജോബ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ജോബിന്റെ അധ്യായം 1 മുതൽ അവസാനം വരെ നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും ജോബ് ഒരു മഹാധനികനായിരുന്നുവെന്ന്. ജോബിന് ഒരുപാട് സ്നേഹിതരുണ്ടായിരുന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ജോബിന് മക്കളുണ്ടായിരുന്നു എന്ന് കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അവൻ്റെ നന്മകളും അവൻ്റെ അനുഗ്രഹങ്ങളും എല്ലാം ദൈവം ഓരോന്നോരോന്നായി എടുത്തു മാറ്റിയപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് വളരെ വേദനാജനകമായ ഒരു കാര്യം കാണുവാൻ കഴിയും. ജോബ് സഹായിച്ച ഒത്തിരി സ്നേഹിതന്മാരുണ്ടായിരുന്നു. ജോബ് നന്മ ചെയ്ത ഒത്തിരി കൂട്ടുകാര് ജോബിനുണ്ടായിരുന്നു. എന്നാൽ ജോബിന്റെ കഷ്ടതയുടെ കാലഘട്ടത്തിൽ, അവൻ ദരിദ്രനായ സമയത്ത് പ്രിയപ്പെട്ടവരെ, അവൻ സഹായിച്ച ഒരു സ്നേഹിതൻ പോലും അവൻ്റെ അടുത്ത് ഉണ്ടായതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. അവസാനം അവൻ്റെ ശരീരം പുഴുതെന്ന് ഭൂമിയോട് പാതാളത്തോട് അറ്റുകിടന്നപ്പോഴും അവൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. ഉറ്റ സഖി എന്ന് വിചാരിച്ച ഭാര്യ പോലും അവനെ തള്ളിക്കളയുന്നത് നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ജോബ് അവൻ്റെ അനുഗ്രഹങ്ങൾ അവൻ നഷ്ടപ്പെട്ടപ്പോൾ അവന്റെ കൂടെ ഉണ്ടായിരുന്ന വിലപിടിച്ച വലുതെന്ന് കരുതിയ സ്നേഹിതർ ഒന്നൊന്നായി അവനിൽ നിന്ന് അകന്നു പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, ജീവിതത്തിൽ ഒരുപാട് ഓടിയ എൻ്റെ സുഹൃത്തുക്കളെ, സഹോദരിമാരെ, നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിന്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെടുമ്പോൾ, നിന്റെ ജീവിതത്തിൽ എല്ലാം കൈവിടുമ്പോൾ, നീ വലുതെന്ന് കരുതിയ ആരും നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, നീ വലുതെന്ന് വിചാരിച്ച് ഓമനിച്ച് നടത്തിയ ഒറ്റ സ്നേഹിതരും നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലല്ലോ. മക്കളെ, നീ വലുതെന്ന് കരുതി വളർത്തിയ നിന്റെ അപ്പനും അമ്മയും നിന്റെ മാതാപിതാക്കളും സഹോദരങ്ങളും നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്നും ഈ കഷ്ടതയുടെ എല്ലാ മധ്യത്തിലും നീ ജീവനോടെ ഇരിക്കുന്നതിന്റെ കാരണം കർത്താവായ യേശുവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെല്ലാം നിന്നെ തള്ളിക്കളഞ്ഞാലും, ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും ഒരിക്കലും ഉപേക്ഷിക്കാത്ത സ്നേഹനിധിയായ യേശു, പ്രിയപ്പെട്ടവരെ, അവനെ പോലെ നിന്നെ സ്നേഹിക്കുവാൻ വേറെ ആർക്കും കഴിയില്ല. അവനെ പോലെ നിന്നെ കരുതുവാൻ വേറെ ആർക്കും കരുതില്ല. പ്രിയപ്പെട്ടവരെ, ആ യേശുവിൻ്റെ മഹത്വത്തെ, ആ യേശുവിൻ്റെ സ്നേഹത്തെ നമുക്ക് വർണ്ണിച്ചുകൊണ്ട് പാടി നമുക്ക് അവനെ ആരാധിക്കാം. സ്നേഹിക്കാൻ ആരും ഇല്ല, യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല, യേശുവേ പോലെ യോഗ്യനായി ആരും ഇല്ല, യേശുവേ ആരാധന യേശുവേ പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല, യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല, യേശുവേ പോലെ യോഗ്യനായി ആരും ഇല്ല, യേശുവേ സമീപസ്ഥൻ മനസ്സുനുറുങ്ങിടുമ്പോൾ യേശു ആശ്വാസകൻ, ഹൃദയം തകർന്നിടുമ്പോൾ യേശു സമീപസ്ഥൻ, യേശു ഇന്നും ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, യേശുവേ പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല, യേശുവേ പോലെ
യേശു പ്രാണപ്രിയൻ, യേശു പ്രാണപ്രിയൻ. നോവുന്ന മുറിവുകളിൽ സൗഖ്യദായകൻ, സൗഖ്യദായകൻ. ഈ സ്നേഹം മാറുകില്ല, യേശു മാറുകില്ല. യേശുവേ പോലെ സ്നേഹിക്കാൻ ആരുമില്ല, യേശുവേ പോലെ കരുതാൻ ആരുമില്ല, യേശുവേ പോലെ യോഗ്യനാൻ ആരുമില്ല. യേശുവേ ആരാധന, ആരാധന. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ രക്ഷയുണ്ട്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ സൗഖ്യമുണ്ട്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ വിടുതലുണ്ട്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ വിജയമുണ്ട്. യേശുവേ പോലെ സ്നേഹിക്കാൻ ആരുമില്ല, യേശുവേ പോലെ കരുതാൻ ആരുമില്ല, യേശുവേ പോലെ യോഗ്യനായി ആരുമില്ല. യേശുവേ ആരാധന, ആരാധന. യേശുവേ പോലെ സ്നേഹിക്കാൻ ആരുമില്ല, യേശുവേ പോലെ കരുതാൻ ആരുമില്ല, യേശുവേ പോലെ യോഗ്യനാൻ ആരുമില്ല. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ഹല്ലേലൂയ. യേശുവേ ആരാധന, രക്ഷകനെ ആരാധന. നിന്റെ മുഖം കൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പൊന്നു തമ്പുരാനെ, നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു കർത്താവേ. നിന്റെ മുഖത്തിന്റെ കാന്തി കണ്ടുകൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധനായവനെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. യേശുവിനെ പോലെ, യേശുവിനെ പോലെ എന്നെ സ്നേഹിക്കുവാൻ വേറെ ആരുമില്ല കർത്താവേ. യേശുവിനെ പോലെ എന്നെ കരുതുവാൻ വേറെ ആരുമില്ല ദൈവമേ. യേശുവിനെ പോലെ എന്നെ മനസ്സിലാക്കുവാൻ വേറെ ആരുമില്ല ദൈവമേ. എൻ്റെ യേശുവേ, എൻ്റെ സർവസ്വവുമേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു, ഞാൻ അങ്ങേ കുമ്പിടുന്നു. യേശുവേ നിനക്ക് ആരാധന. കർത്താവേ, ഞങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു മഹാസത്യമുണ്ടെന്ന് കർത്താവേ, ഞങ്ങൾ തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യമുണ്ട് കർത്താവേ. എൻ്റെ യേശുവിനെ പോലെ എന്നെ സ്നേഹിക്കുവാൻ ഈ ലോകത്തിൽ ആരുമില്ല എന്നുള്ള ഇതൊരു മഹാസത്യമാണ് പ്രിയപ്പെട്ടവരെ. ഇതൊരു മഹാസത്യമാണ്. നിന്റെ യേശുവിനെ പോലെ നിന്നെ സ്നേഹിക്കുവാൻ ഈ ലോകത്ത് വേറെ ഒരു മനുഷ്യനും സാധിക്കില്ല പ്രിയപ്പെട്ടവരെ. അവൻ്റെ ചോര തന്ന് വീണ്ടെടുത്ത നിന്നെ വേറെ ആർക്കും അവനെ പോലെ സ്നേഹിക്കുവാനായിട്ട് കരുതില്ല പ്രിയപ്പെട്ടവരെ. വേറെ ആർക്കും കഴിയില്ല പ്രിയപ്പെട്ടവരെ. നീ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. നീ വലുതെന്ന് കരുതുന്ന ലോകത്തിൻ്റെ സ്നേഹം വലുതല്ല മക്കളെ. നീ വലുതെന്ന് കരുതുന്ന ലോകത്തിൻ്റെ മോഹം ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ വിട്ടുപോകും പ്രിയപ്പെട്ടവരെ. ഒരിക്കലും നിന്നെ വിടാത്ത, ഒരിക്കലും നിന്നെ പിരിയാത്ത ഒരൊറ്റ അനുഗ്രഹമേ ഉള്ളൂ. അവന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ സദാകാലം നീ ഭൂമിയിലായിരിക്കുന്നിടത്തോളം കാലം നിന്നെ വിട്ടുപിരിയാത്ത ഒരു പ്രാണസഖിയായി നിന്നോട് കൂടെ ചേർന്നിരിക്കാമെന്ന് വാഗ്ദാനം പറഞ്ഞ ഒരുവൻ മാത്രമേ ഉള്ളൂ. അവന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു ദിവസം ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. യാത്രയുടെ മധ്യേ ഞാൻ ഒരു
വളരെ പ്രസരിപ്പുള്ള ഒരു മുഖത്തെ കണ്ടു. അദ്ദേഹമായി ഞാൻ സംസാരിക്കുവാനായിട്ടിടയായി. എൻ്റെ യാത്രയുടെ അവസാന ഭാഗത്താണ് ഞാൻ ഈ വ്യക്തിയെ കണ്ടുമുട്ടുന്നത്. ഞാൻ അദ്ദേഹത്തിനോട് പേര് ചോദിച്ചു. അദ്ദേഹം എന്നോട് പേര് പറഞ്ഞു. കുശല സംഭാഷണം തുടങ്ങി. പരസ്പരം പരിചയപ്പെട്ടു. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, സർ, വാട്ട് ഈസ് യുവർ പ്രൊഫഷൻ? നിങ്ങളുടെ പ്രൊഫഷൻ എന്താണ്? നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്തതെന്ന് ചോദിച്ചു. അദ്ദേഹം വളരെ ചിരിച്ച് എന്നോട് പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദര, ഞാൻ ഒരു സുവിശേഷകനാണ്. ഞാൻ കർത്താവിന് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു സുവിശേഷകനാണെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, സ്നേഹിത, എങ്ങനെയാണ് നിങ്ങൾ കർത്താവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പോഴാണ് എന്നെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ ഞാൻ മനോഹരമായ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം കേൾക്കുവാനായിട്ടിടയുണ്ടായത്. അദ്ദേഹം എന്നോട് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, ഞാൻ 20-ാമത്തെ വയസ്സിൽ ഒരു വ്യക്തിയെ കൊന്നു. 20-ാമത്തെ വയസ്സിൽ ഞാൻ ഒരു വ്യക്തിയെ കൊന്നു. ഞാനും എൻ്റെ 2 സ്നേഹിതരും കൂടി ഞാൻ ഒരു വ്യക്തിയെ കൊന്നു. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ ഏറ്റവും തള്ളപ്പെട്ടവനായി ഞാൻ തീർന്നു. പോലീസിൻ്റെയും എല്ലാം ക്രൂരമായ മർദ്ദനമേറ്റ് എൻ്റെ ഹൃദയം ഒരു കഠോര ഹൃദയമായി. ഞാൻ ജയിലിൽ 12 വർഷം ജീവപര്യന്ത ശിക്ഷ അനുഭവിക്കുന്ന കാലഘട്ടത്തിൽ ഒരു വ്യക്തി എനിക്ക് ജയിലിൽ ഒരു വിശുദ്ധ വേദപുസ്തകം തന്നു. എനിക്ക് ഒരു ബൈബിൾ തന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ കൊലയാളിയായ ഈ മനുഷ്യനെ, ഈ കഠോര ഹൃദയനായ ഈ മനുഷ്യനെ ദൈവ സ്നേഹിയാക്കി തീർത്തത് ഈ ദൈവ വചനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അദ്ദേഹം പിന്നീട് എന്നോട് പറയുകയുണ്ടായി, എൻ്റെ ഹൃദയം അത്രം കഠോരമായിരുന്നു. എന്നെ എല്ലാവരാൽ ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യനായിരുന്നു. ഞാൻ തന്നെ എൻ്റെ വിധി എഴുതി ഞാൻ ഒന്നിനും യോഗ്യനല്ല എന്ന്. ഞാൻ തന്നെ എൻ്റെ വിധി എഴുതി എന്നെ ആര് മാനിക്കാനെന്ന്. ഞാൻ തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ വിധി എഴുതി എന്നെ കൊണ്ട് ഒരു ഉപയോഗമില്ലാന്ന്. അവൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഏടുകളിലൂടെ കടന്നുപോയപ്പോൾ അവന് മനസ്സിലായി, അവനെ ഇപ്പോഴും സ്നേഹിക്കുന്ന ഒരുവനുണ്ടെന്ന്. ഹല്ലേലൂയ. അവൻ എത്ര കൊലയാളിയാണെങ്കിലും, എത്ര പാപം ചെയ്തവനാണെങ്കിലും, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് എത്ര അകന്നുപോയ ഒരു വ്യക്തിയാണെങ്കിലും, മകനെ, നിന്നെ സ്നേഹിക്കുന്ന ഒരുവനുണ്ട്. അവന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. നിന്റെ യോഗ്യതകളില്ലാതെ, നിന്റെ യോഗ്യതകളെ കണക്കിടാതെ അനന്തമായി സ്നേഹിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. മകനെ, നീ ആത്മഹത്യയുടെ വക്കിലേക്ക് കടന്നു പോകരുത്. നീ നിരാശയുടെ വക്കിലേക്ക് കടന്നു പോകരുത്. ആ ദൈവം നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നു. മകനെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ യോഗ്യതകളെ കണക്കിടാതെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കർത്താവേ, ഇത്ര മനോഹരമായി എന്നെ സ്നേഹിക്കുവാൻ എന്നിൽ എന്താണുള്ളത്? കർത്താവേ, നീ എന്താണ് ദൈവമേ ഇത്ര പാപിയായ എന്നെ സ്നേഹിക്കുവാൻ കണ്ടത്? കർത്താവേ, ലോകത്തിന്റെ മുമ്പിൽ ഞാനൊരു വെറുക്കപ്പെട്ടവനാണ്. കർത്താവേ, ലോകത്തിന്റെ മുമ്പിൽ ഞാൻ അടുത്തുകൂടുവാൻ കഴിയാത്തവനാണ്. കർത്താവേ, നിന്റെ മുമ്പിലേക്ക് നോക്കുവാൻ എനിക്ക് യോഗ്യതയില്ലപ്പാ. തലകുനിച്ച് നിന്റെ മുമ്പിൽ നിൽക്കുവാൻ മാത്രമേ എനിക്ക് യോഗ്യതയുള്ളൂ. കർത്താവേ, എന്തു കണ്ട് കർത്താവേ എന്നെ ഇത്ര സ്നേഹിക്കുവാൻ? എന്തു കണ്ട് കർത്താവേ എന്നെ ഇത്ര മാനിക്കാൻ? നിന്റെ കൃപ കർത്താവേ, നിന്റെ കൃപ അതൊന്നു മാത്രമാണ് കർത്താവേ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ? യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയതാൽ യേശുവേ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ? യോഗ്യനല്ല ഇത് പ്രാപിപ്പാൻ, ഇത് കൃപയതാൽ യേശുവേ. പാപിയായിരുന്നൊരു കാലത്തും, അഭക്തനായൊരു നാളിലും, പാപിയായിരുന്നൊരു കാലത്തും, അഭക്തനായൊരു നാളിലും, ക്രൂശിനു ശത്രുവായി ജീവിച്ച നാളിലും നീ എന്നെ സ്നേഹിച്ചല്ലോ. ക്രൂശിനു ശത്രുവായി ജീവിച്ച നാളിലും നീ എന്നെ സ്നേഹിച്ചല്ലോ.
എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയാൽ യേശുവേ. രക്ഷയിൻ പദവിയാൽ വീണ്ടെന്നെ, ആത്മാവിൻ ദാനത്തെ നൽകി നീ. രക്ഷയിൻ പദവിയാൽ വീണ്ടെന്നെ, ആത്മാവിൻ ദാനത്തെ നൽകി നീ. തന്മകനാക്കി നീ വംശമേകി നീ, സ്വാതന്ത്ര്യമേകിയല്ലോ. തന്മകനാക്കി നീ വംശമേകി നീ, സ്വാതന്ത്ര്യമേകിയതാ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയാൽ യേശുവേ. സ്വർഗീയ നാടവകാശമാ, നിത്യമാം വീടെനിക്കൊരുക്കി നീ. സ്വർഗീയ നാടവകാശമാ, നിത്യമാം വീടെനിക്കൊരുക്കി നീ. എന്നെയും ചേർക്കുവാൻ മേഘത്തിൽ വന്നിടും, ഭാഗ്യനാളോർത്തിടുമ്പോ. എന്നെയും ചേർക്കുവാൻ മേഘത്തിൽ വന്നിടും, ഭാഗ്യനാളോർത്തിടുമ്പോ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Glory to the Lord. ഹല്ലേലൂയ. കർത്താവേ, എന്തുകൊണ്ട് കർത്താവേ ഞങ്ങൾ എത്ര മാനിക്കുവാൻ, എന്തുകൊണ്ട് കർത്താവേ എന്നെ ഇത്ര സ്നേഹിക്കുവാൻ. കർത്താവേ, ഇതിന്റെ പേരല്ലേ കർത്താവേ കൃപ. കർത്താവേ, ഇതിന്റെ പേരല്ലേ കർത്താവേ കൃപ. എന്നെ സ്നേഹിക്കുവാൻ എൻ്റെ സ്നേഹിതർക്ക് കഴിയാത്തപ്പോൾ, എന്നെ സ്നേഹിക്കുവാൻ എൻ്റെ ഉറ്റമിത്രങ്ങൾക്ക് കഴിയാത്തപ്പോൾ, എന്നെ ഉൾക്കൊള്ളുവാൻ എൻ്റെ മാതാപിതാക്കൾക്ക് കഴിയാത്തപ്പോൾ, എന്നെ താങ്ങി നടത്തുവാൻ ആരുമില്ലാത്തപ്പോൾ, കർത്താവേ എന്നെ അത്ഭുതകരമായി നടത്തുന്നതിൻ്റെ പേരല്ലേ കർത്താവേ കൃപ എന്ന്. എന്നെ അത്ഭുതകരമായി താങ്ങി നടത്തുന്നവൻ്റെ പേരല്ലേ കർത്താവേ യേശുവെന്ന്. കർത്താവെ, ഇത്ര മാനിക്കുവാൻ, ഇത്ര യോഗ്യനാക്കുവാൻ കർത്താവെ എൻ്റെ ജീവിതത്തിൽ എന്താണുള്ളത് ദൈവമേ. ലോകപ്രകാരം എൻ്റെ ജീവിതത്തിൻ്റെ കഥ കഴിഞ്ഞിരുന്നു കർത്താവെ. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഞാൻ ശപിക്കപ്പെട്ടവനായിരുന്നു കർത്താവെ. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഞാൻ ഉപേക്ഷിക്കപ്പെട്ടവനായിരുന്നു കർത്താവെ. എന്നാൽ ദൈവമേ, ഏറ്റവും വലിയ പാപിക്കും ഏറ്റവും വലിയ കൊലയാളിക്കും ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ആശ്വാസമുണ്ടെന്ന് ഞാൻ അറിയുന്നു കർത്താവെ. എത്ര മഹാപാപിയാണെങ്കിലും, എത്ര ഘോര ക്രൂര കൃത്യം ചെയ്ത വ്യക്തിയാണെങ്കിലും നിനക്ക്
യേശുവിന്റെ സന്നിധിയിൽ സ്ഥലമുണ്ട് മകനെ മകളെ. നിനക്ക് യേശുവിന്റെ സന്നിധിയിൽ ആശ്വാസമുണ്ട് മകനെ മകളെ. ഇപ്പോൾ ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നീ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്റെ കരത്തെ നിന്റെ മാറോട് ചേർത്ത് വെക്കാം. നീ ആയിരിക്കുന്ന സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, നിന്റെ സാഹചര്യങ്ങളെക്കാൾ മുകളിലുള്ളവനാണ് നിന്റെ കർത്താവായ യേശു ക്രിസ്തു. നീ ഇരിക്കുന്ന ഇരിപ്പിടത്തിരുന്നു കൊണ്ട് നിന്റെ കണ്ണുകളെ അടച്ചുകൊണ്ട് കർത്താവിനോട് ഇപ്രകാരം പറയാം: അല്ലയോ കർത്താവേ, അല്ലയോ എൻ്റെ യേശുവേ, അല്ലയോ എൻ്റെ പ്രാണപ്രിയ, ഞാനൊരു മഹാപാപിയാണ് കർത്താവേ. കർത്താവേ, നീ എൻ്റെ ജീവിതത്തിലെ ഇപ്പോൾ അവസ്ഥ കാണുന്നു കർത്താവേ. എൻ്റെ ജീവിതത്തിൽ പച്ചപ്പില്ല കർത്താവേ. എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷയില്ല കർത്താവേ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രത്യാശ മുഴുവനും നഷ്ടപ്പെട്ടു പോയി കർത്താവേ. ഞാൻ മരിച്ചവന് തുല്യമായി കർത്താവേ ഇതാ ജീവിക്കുന്നു. എൻ്റെ കർത്താവേ, നീ എന്നോട് കരുണ കാണിക്കണമേ. എൻ്റെ കർത്താവേ, നിന്റെ കരം എന്നോട് നീ ചേർത്ത് പിടിക്കണമേ. ലോകത്തിൻ്റെ മുമ്പിൽ നീ എന്നെ വിജയകരമായി നടത്തണമേ. എനിക്ക് നഷ്ടപ്പെട്ട ആയുസ്സിനെ നീ തിരികെ തരണമേ കർത്താവേ. എനിക്ക് നഷ്ടപ്പെട്ട സന്തോഷം നീ എനിക്ക് തിരികെ തരണമേ കർത്താവേ. രക്ഷയുടെ ആനന്ദം എനിക്ക് നീ വീണ്ടും തരണം കർത്താവേ. കർത്താവേ, നീ വീണ്ടും കരം പിടിച്ചുയർത്തണമേ കർത്താവേ. എന്നെ നീ ഉയർത്തണമേ കർത്താവേ. നിന്നോട് കൂടെ എന്നെ നീ ചേർത്ത് പിടിക്കണമേ യേശുവേ. ആരാധന, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. എൻ്റെ ആത്മാവ് അങ്ങിൽ ആനന്ദിക്കുന്നു കർത്താവേ. എൻ്റെ പ്രാണപ്രിയ, നിനക്ക് ആരാധന. എൻ്റെ ജീവിതകാലം മുഴുവൻ കർത്താവേ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും. ഞാൻ ജീവിക്കുന്നുവെങ്കിൽ അത് ക്രിസ്തുവിനായി, ഞാൻ പാടിയിടുന്നെങ്കിൽ അത് ക്രിസ്തുവിനായി. എല്ലാവരും എന്നെ ഉപേക്ഷിച്ചപ്പോൾ എന്നെ മാറോട് ചേർത്ത് പിടിച്ചവനെ, നിനക്ക് ആരാധന. നിന്റെ മാറിന്റെ ചൂട് മാത്രം മതി കർത്താവേ. നിന്റെ മാറിന്റെ ചൂട് മാത്രം മതി കർത്താവേ. ഇനി എനിക്ക് യേശുവേ ആരാധന.